ുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടേഴ്സിൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസ് സംസ്ഥാന സർക്കാർ കർശനമായി നിയന്ത്രിക്കാൻ തീരുമാനിക്കുന്നു. ക്ലിനിക്കുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവയോട് ചേർന്ന് പ്രാക്ടീസ് നടത്തിയാൽ പിടിവീഴും. താമസ സ്ഥലത്ത് മാത്രമാണ് പ്രാക്ടീസിന് അനുമതിയുള്ളതെന്ന് സർക്കാർ ഉത്തരവിറക്കി. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ. സർക്കാർ ഡോക്ടേഴ്സിന്റെ സ്വകാര്യ പ്രാക്ടീസ് എല്ലാ കാലത്തും അത് വിവാദത്തിലായിട്ടുള്ള സംഭവമാണ്. വിവിധ വാർത്തകളൊക്കെ പല ഘട്ടത്തിലും വരികയും സർക്കാർ പ്രതിസന്ധിയിലാവുകയും പല ഘട്ടത്തിലും പല തീരുമാനങ്ങൾ ആരോഗ്യവകുപ്പ് അടക്കം എടുക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഉത്തരവ് കൂടി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് നിയന്ത്രിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രി വരെയുള്ള ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അതിൽ പ്രധാനമായി ഡോക്ടേഴ്സ് താമസിക്കുന്ന സ്ഥലത്തു മാത്രം സ്വകാര്യ പ്രാക്ടീസിന് അനുമതി നൽകിയാൽ മതി എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. ഡോക്ടർ താമസിക്കുന്ന സ്ഥലമാണെന്ന് വ്യക്തമാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ ഈ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആരോഗ്യവകുപ്പിൽ ഹാജരാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്ന്. ആശുപത്രി, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവയോട് ചേർന്ന് അതുപോലെ ഈ വാണിജ്യ കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള ഈ സ്വകാര്യ പ്രാക്ടീസ് ഇനി മുതൽ അനുവദിക്കില്ല. അങ്ങനെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നവർക്കെതിരെ പിടിവീഴും, അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ മറ്റു ചില ഉപാധികൾ കൂടി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയാണ്. ഈ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ കിടത്തി ചികിത്സയിലുള്ള രോഗികളെ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്ത് പരിശോധിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യാൻ നിലവിൽ വിലക്കുണ്ട്. ഇത്തരം രോഗികളെയോ അവരുടെ ബന്ധുക്കളെയോ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ വെച്ച് കാണില്ലെന്ന ബോർഡ് പ്രദർശിപ്പിക്കണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പരിശോധനയ്ക്കും രോഗനിർണയത്തിനും അത്യാവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളെ ഇത്തരത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവൂ എന്നും ഈ പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അതായത് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഇടങ്ങളിൽ നഴ്സുമാരോ മറ്റു മെഡിക്കൽ ടെക്നീഷ്യന്മാരെയോ ഉപയോഗിക്കാൻ പാടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ആശുപത്രിയിൽ നൽകിയ സേവനത്തിന് ഡോക്ടർമാരുടെ വീടുകളിൽ പോയി ഉപഹാരമോ പണമോ നൽകിയാൽ രോഗികൾക്കും പിടിവീഴും എന്നും ഈ ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിൽ ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.